വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം നടത്തുന്ന ആശമാർ എന്ന സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും. സമരം 36-ാം ദിവസത്തിലേക്ക് കടന്നതോടെയാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സമരം അടുത്ത തലത്തിലേക്ക് കടക്കുന്നത്. സെക്രട്ടേറിയറ്റ് കവാടങ്ങൾ ഉപരോധിച്ച് സമരം ശക്തമാക്കാനാണ് ആശാവർക്കർമാരുടെ തീരുമാനം. കഴിഞ്ഞ 36 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഈ സഹന സമരം തുടരുകയാണ്. ഓണറേറിയം 21,000 രൂപയായി വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകുക, പെൻഷൻ ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുൻപിൽ രാപ്പകൽ സമരം 1 മാസം പിന്നിട്ടിട്ടും ഫലം കാണാതായതോടെയാണ് വീണ്ടും സമരം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ഇന്ന് സമരക്കാർ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും. 7000-ഓളം ആശാപ്രവർത്തകർ സമരത്തിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ മുതൽ വൈകിട്ട് വരെ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും സെക്രട്ടേറിയറ്റിലേക്ക് കടക്കാൻ അനുവദിക്കാതെയായിരിക്കും ഉപരോധം. സമരം ശക്തമാക്കുന്നത് മുന്നിൽ കണ്ട് ഇന്ന് ആശാപ്രവർത്തകർക്ക് പാലിയേറ്റീവ് കെയർ ആക്ഷൻ പ്ലാൻ, പാലിയേറ്റീവ് കെയർ ഗ്രിഡ് എന്നിവയെ സംബന്ധിച്ച പരിശീലനം നൽകാൻ ആരോഗ്യവകുപ്പ് ജില്ലാ പ്രോഗ്രാം മാനേജർമാർ മുഖേന നോട്ടീസ് നൽകിയിട്ടുണ്ട്. നീക്കം തങ്ങളെ ഉപദ്രവിക്കാനാണെന്നും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും സമരക്കാർ പറയുന്നു. പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത് സമരം പൊളിക്കാനുള്ള ശ്രമമാണെന്നും പരിശീലന പരിപാടി ബഹിഷ്കരിച്ച് ഉപരോധ സമരം നടത്താനാണ് സമരസമിതിയുടെ തീരുമാനം. ജനം, തിരുവനന്തപുരം.